ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ സുഖമല്ലേ? എന്തൊക്കെയുണ്ട്? എല്ലാവരും അടിപൊളിയായിട്ടൊക്കെ ഇരിക്കുക. കുറേ ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് പല പല കാരണങ്ങൾ കൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഈ ഒരു വീഡിയോ തന്നെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് കുറേ ദിവസം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കണേ. ഞാൻ കുറേ നാളുകൊണ്ട് ചെയ്യണം എന്ന് വിചാരിച്ചൊരു സംഭവമാണ്. കുറേ നാളെന്നൊക്കെ പറഞ്ഞാൽ 2022 തുടങ്ങിയ പ്ലാനിങ് ആണ്. സത്യത്തിൽ ഇപ്പോഴാണ് ഇതൊന്ന് ചെയ്യാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ വേറൊന്നും അല്ലടാ, ഇന്ന് നമ്മളൊരു മെമ്മറി ചാനൽ ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ മെമ്മറി ചാനൽ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അത് എന്താണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞു. നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഒരു ഷോപ്പിംഗ് വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോപ്പിങ്ങിന് ഒരു റീസൺ ഉണ്ടെന്നൊക്കെ. അപ്പോൾ ആ റീസൺ ആണ് നമ്മുടെ ഇന്നത്തെ ഈ മെമ്മറി. ഒരു ഷോപ്പിംഗ് വ്ലോഗിൻ്റെ അത് ഷോപ്പിൻ്റെ ലൊക്കേഷനും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ എന്തായാലും കണ്ടു നോക്കണം. ഈ ഒരു ബുക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മളന്ന് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ ഷോപ്പിംഗ് വ്ലോഗിൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബുക്കിൻ്റെ റേറ്റ് വരുന്നത് 250 ആണ്. പിന്നെ പേപ്പറിന് 140 GSM വരുന്നുണ്ട്. നമ്മുടെ നോർമൽ സ്കെച്ച് ബുക്കില്ലേ, അതാണ് കേട്ടോ ഇത്. എൻ്റെ മൈൻഡിൽ ഓൾറെഡി ഞാനൊരു മെമ്മറി ചാനൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഇരിക്കണം അങ്ങനെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ അവിടെ പോയി കഴിഞ്ഞപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമേ എനിക്ക് കിട്ടിയില്ല. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഡ്രോയിങ് ബുക്കൊക്കെ വന്നിട്ട് അതിനകത്ത് ബ്ലാക്ക് പേജസ് വരുന്ന മെമ്മറി ബുക്ക് ചെയ്യാന്നൊക്കെ. നമ്മുടെ നോർമൽ ഡ്രോയിങ് ബുക്കില്ലേ, ആ ഒരു സൈസിൽ വന്നിട്ട് ബ്ലാക്ക് പേജസും അതുപോലെ ബ്രൗൺ പേജസും ഒക്കെ വരുന്ന ബുക്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിങ് മോഡൽ ആയതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. അത് ഇഷ്ടമാവാത്തതുകൊണ്ടാണ് ലാസ്റ്റ് ഈ ഒരു ബുക്ക് എടുത്തിട്ട് വന്നത്. പിന്നെ എനിക്ക് തോന്നി എന്തുകൊണ്ടും ആ ഒരു ബുക്ക് എടുത്തത് ബെറ്റർ ആയി. നമ്മളൊരു വാഷി ടേപ്പിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ടൈമിൽ എടുത്തതാണ് ഈ കുറച്ച് ഫോട്ടോസൊക്കെ. അത് മാത്രമല്ല വേറെയും കുറച്ച് ഫോട്ടോസ് ഉണ്ട്. 2022-23 ടൈമിലെ ഞാൻ എടുത്തു വെച്ച കുറച്ച് ഫോട്ടോസാണ്. ഞാൻ പറഞ്ഞില്ലേ 2022 തുടങ്ങിയ പ്ലാനിങ് ആണ് ഈ ഒരു മെമ്മറി ചാനൽ ചെയ്യാൻ വേണ്ടി. 2023 ആയ ടൈമിൽ ഞാൻ ഫോട്ടോസ് ഒക്കെ ഇതുപോലെ കളക്ട് ചെയ്ത് പ്രിന്റ് ചെയ്ത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി തുടങ്ങി. കുറേ ഫോട്ടോസ് ഒക്കെ എൻ്റെ മിസ്സായിപ്പോയി. ഞാൻ സാറ്റർഡേ ഇരുന്നിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ ഫ്രൈഡേ നൈറ്റ് ഞാൻ ഫുള്ള് സ്റ്റിക്കേഴ്സും ഫോട്ടോസും എല്ലാം കട്ട് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സാറ്റർഡേ ആകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് എല്ലാം ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. ഇതൊക്കെ ഫൈനൽ ഇയർ ആയപ്പോഴോ ഫോട്ടോസൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ എല്ലാ ഫോട്ടോസും കളക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ആ ഒരു ടൈമിൽ നമുക്ക് കുറേ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഫെയർവെല്, ക്രിസ്മസ് സെലിബ്രേഷൻ, കോളേജ് ഡേ, അങ്ങനെ. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് ഞാൻ ഓൾറെഡി നേരത്തെ കളക്ട് ചെയ്ത് സെറ്റ് ചെയ്ത് പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേടാ കുറേ ഫോട്ടോസ് ഉണ്ട്. സത്യത്തിൽ ഒരു 4-5 പേജ് ചെയ്യാനുള്ള ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കരുതിയത് എല്ലാ പേജും ചെയ്യണത് ഈ ഒരു വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ. എനിക്ക് തോന്നി അത് വേണ്ടാന്ന്. കാരണം ജേർണലിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര റിലാക്സ് ആയിട്ടിരുന്ന് ചെയ്യണ ഒരു സംഭവമില്ലേ. അപ്പോൾ എല്ലാ പേജസും കൂടി ചെയ്ത് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല ടൈം എടുക്കും. ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ എൻ്റെ ഫോണിൽ സ്റ്റോറേജും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഉള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ടി മറക്കണ്ട. അപ്പോൾ അടുത്ത പേജും ഇതുപോലെ ചെയ്യുന്നത് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും പറയണേ. അപ്പോൾ അത് നമുക്ക് ഇതുപോലൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. മെമ്മറി ചാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര വലിയ സംഭവമൊന്നുമല്ല. നമ്മുടെ ലൈഫിൽ കുറേ നല്ല മൊമെൻറ്റ്സും മെമ്മറീസും ഒക്കെ ഉണ്ടാവില്ലേ. ഫോർ എക്സാമ്പിൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോയത്, പിന്നെ ഫസ്റ്റ് മൂവി കാണാൻ പോയത്, ട്രാവൽ ചെയ്തത്, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോണിൽ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഫോണിൽ നിന്ന് അതൊക്കെ മിസ്സായി പോകും. അതൊക്കെ നമ്മൾ ഇതുപോലെ ഫോട്ടോസൊക്കെ ആയിട്ട് ഒരു ആൽബം പോലെ ചെയ്യുന്നതിനെയാണ് മെമ്മറി ചാനൽ എന്ന് പൊതുവേ പറയാറ്. അങ്ങനെ വെറുതെ കുറച്ച് പിക്ചേഴ്സ് ഒട്ടിച്ച് വെക്കുക എന്ന് മാത്രമല്ല, അത് നടന്ന ഡേറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുക, അതുപോലെ അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്തതാണ് മെമ്മറി ചാനൽ. ആസ് യൂഷ്വൽ എനിക്ക് ഈ ഒരു ഐഡിയ കിട്ടിയത് എൻ്റെ ഫേവറേറ്റ് യൂട്യൂബർ സഫ വിത്ത് പെന്നി എന്നാണ്. കാരണം സഫ ചേച്ചി എനിക്ക് തോന്നുന്നു 2022 ടൈമിലാണ് ഇതുപോലൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് മുതൽ തുടങ്ങിയ ആഗ്രഹമാണ് ഇതുപോലൊരു ബുക്ക് ചെയ്യണം എന്നുള്ളത്. ബൈ ദ ബൈ ഒരു ട്രാവൽ ജേർണൽ കൂടി ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഒരിടത്തേക്കും ട്രാവൽ ചെയ്യാത്തതുകൊണ്ട് അത് പറ്റില്ലല്ലോ. എന്തെങ്കിലും ട്രാവലൊക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്കത് ചെയ്യാം. ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇടാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ മെമ്മറി ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റിക്കർ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഫ്രണ്ടിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കപ്പോൾ നമ്മുടെ ബാക്കി പരിപാടികൾ തുടങ്ങാം. ഇതിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതലും പോളറോയിഡ്സ് ആയിട്ടാണ് ഫോട്ടോസ് പ്രിന്റ് എടുത്തത്. പക്ഷേ കുറച്ച് വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ഫിലിം സ്ട്രിപ്പിന്റെ രീതിയിൽ ഈ കുറച്ച് ഫോട്ടോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ സത്യം പറയാലോ, ഈ ഒരു മെമ്മറി ആൽബത്തിൽ വെച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു ഫിലിം സ്ട്രിപ്പാണ്. അതിലെൻ്റെ കുറച്ച് ഫേവറേറ്റ് ഫോട്ടോസാണ്. ആ ഒരു ഐഡിയ എനിക്ക് കിട്ടിയതും സഫ ചേച്ചിയുടെ നിന്ന് തന്നെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് പേജ് എങ്ങനെ ചെയ്യണം എന്ന് എനിക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം കരുതിയത് ഓരോ പ്രോഗ്രാംസിൻ്റെ ഫോട്ടോസ് എല്ലാം കൂടി വെച്ചിട്ട് അങ്ങനെ ഓരോ പേജായിട്ട് ചെയ്യാമെന്നാണ്. ഫോർ എക്സാമ്പിൾ ക്രിസ്മസ് സെലിബ്രേഷൻ ആണെങ്കിൽ അതിനെടുത്ത കുറേ ഫോട്ടോസ് ഉണ്ടല്ലോ, അതെല്ലാം കൂടി വെച്ചിട്ട് ഒറ്റ പേജ് അങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ കരുതി. ഫ്രണ്ട് പേജ് അല്ലേ, അപ്പോൾ കോളേജിൽ ലാസ്റ്റ് ഇയർ നടന്നിട്ടുള്ള എല്ലാ പ്രോഗ്രാംസും കൂടി അതിൻ്റെ ഓരോരോ ഫോട്ടോസായിട്ട് വെച്ചിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതി അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് തോന്നും ഞാനിത് കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് ചെയ്ത് തീർത്താണെന്ന്. നോ, നെവർ. ഞാൻ രാവിലെ ഒരു 10 മണിക്ക് ഇരുന്നിട്ട് ഒരു 1-1.5 ടൈമൊക്കെ ആയപ്പോഴാണ് ഈ ഒരു പേജിലെ ഫോട്ടോസ് എങ്കിലും അറ്റ്ലീസ്റ്റ് ഒട്ടിച്ച് തീർത്തത്. റിലാക്സ് ആയിട്ടിരുന്ന് വീഡിയോസൊക്കെ കണ്ടിരുന്നാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു 1-1.5 ആയപ്പോൾ ഞാൻ
ഞാൻ പോയി ഫുഡൊക്കെ കഴിച്ച് നേരെ കയറി കിടന്നങ്ങ് ഉറങ്ങി. പിന്നെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് എണീറ്റ് നേരെ പോയി ഒരു ചായയൊക്കെ കുടിച്ച് പിന്നെ പരിപ്പുവടയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ടെറസിൽ കുറേ നേരം നടക്കുമായിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചായ കൂടി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ റീസെൻ്റായിട്ട് ഈ ഒരു ബുക്കാണ് വായിച്ചുകൊണ്ടിരിക്കണേ. എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ പിന്നെ വിചാരിച്ച് കുറച്ച് നേരം അതൊക്കെ വായിച്ചിരിക്കാമെന്ന്. പിന്നെ ഫോണിൽ ചാർജും ഉണ്ടായിരുന്നില്ല, കറണ്ട് ഉണ്ടായിരുന്നില്ല, രാവിലെ ഫുള്ള് മഴയായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കി ജേർണലിംഗ് പരിപാടിയിലോട്ട് കടന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 7-7:30 ആയപ്പോഴാണ് ഞാൻ ഈ ബാക്കി പരിപാടി തുടങ്ങിയത്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ബ്ലാക്ക് പേജസ് വേണമെന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ കരുതി ചാർട്ട് പേപ്പർ ഒട്ടിച്ചു കൊടുക്കാമെന്ന്. അങ്ങനെ ബ്ലാക്ക് ചാർട്ട് പേപ്പർ ഒട്ടിച്ചു കൊടുത്തതാണ്. കയ്യിൽ ഫുള്ള് കളറായിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി ബ്ലാക്ക് പേപ്പർ ഒട്ടിക്കേണ്ടായിരുന്നു എന്ന്. ഞാൻ സത്യത്തിൽ ബ്ലാക്ക് പേപ്പർ വേണമെന്ന് വിചാരിച്ചത് ഞാൻ പുതിയതായിട്ടൊരു വൈറ്റ് പെന്ന് വാങ്ങിച്ചു. ഞാൻ മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ വൈറ്റ് പെന്ന്, പക്ഷേ അത് നല്ല അടിപൊളിയായിരുന്നു. ഇപ്പം ഞാൻ വാങ്ങിച്ചത് എന്നെ ചെറുതായിട്ടൊന്ന് പറ്റിച്ചു. അതങ്ങോട്ട് വർക്കാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഇതിനിടയ്ക്ക് വേറൊരു മണ്ടത്തരം പറ്റി. ഞാൻ 2023 മാത്രമേ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് 2023-24 ടൈമിൽ നടന്നതായിരുന്നു. കൂടുതലും 24-ൽ എടുത്തിട്ടുള്ള ഫോട്ടോസാണ്. കാര്യം ഞങ്ങളുടെ ഫൈനൽ ഇയറിൻ്റെ ലാസ്റ്റ്, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് ടൈമിലായിരുന്നു ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാംസും നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ടൈമിലെടുത്ത ഫോട്ടോസാണ് ഇതെല്ലാം. പിന്നെ ഞാനൊരു ബ്രൗൺ പേപ്പറിൽ 2024 എഴുതിയിട്ട് അത് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. വൈറ്റ് പെന്ന് ചതിച്ചതുകൊണ്ട് മാത്രം ആ ബ്ലാക്ക് പോർഷനിൽ ഒരു വൈറ്റ് പേപ്പർ ഒട്ടിച്ചിട്ട് അതിൽ പിന്നെ റെഡ് കളർ പെന്നിട്ട് എഴുതേണ്ട ഒരു അവസ്ഥയായി. വൈറ്റ് പെന്ന് എന്നെ ചതിക്കുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതൊരു വല്ലാത്ത ചതിയായിപ്പോയി. അപ്പോൾ ഈ മെമ്മറി ജേണൽ എന്ന് പറഞ്ഞാൽ വെറുതെ കുറച്ച് ഫോട്ടോസ് ഒട്ടിച്ചു കൊടുക്കുക മാത്രമല്ലല്ലോ, ആ ഒരു ഇൻസിഡൻറ്റിനെ പറ്റി ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുക, അതെന്നാ നടന്നതെന്ന് എഴുതി കൊടുക്കുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എനിക്ക് പിന്നെ മെമ്മറി പവർ തീരെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫോൺ നോക്കിയിട്ട് ഇത് നടന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആ ഇൻസിഡൻറ്റിനെ കുറിച്ച് ഓർമ്മയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാഷി ടേപ്പ് നമ്മൾ ഓൾറെഡി ചെയ്ത വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഷോർട്സ് ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടും. അപ്പോൾ അത് കണ്ടിട്ടില്ല എന്നാണെങ്കിൽ അതെന്തായാലും കണ്ടു നോക്കണേ. സംഭവം ഒരു വിൻറ്റേജ് ലുക്കിലൊക്കെയാണ് ചെയ്തതെങ്കിലും അവിടെ ഇവിടെ കുറച്ച് സ്പേസ് ഒക്കെ വന്നപ്പോൾ കുറച്ച് കവായി സ്റ്റിക്കേഴ്സൊക്കെ തന്നെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മുടെ ജേർണലിംഗ് പരിപാടി ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ കുറച്ച് വൈറ്റ് സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെയുള്ള കുറേ സ്പെഷ്യൽ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മെമ്മറി ആൽബം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മുടെ ഫാമിലിയുടെ കൂടെയോ കസിൻസിൻ്റെ കൂടെയൊക്കെ പുറത്ത് പോകുന്നതോ അല്ലെങ്കിൽ അവരുടെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തതോ അവരുമായിട്ടുള്ള ഫോട്ടോസൊക്കെ വെച്ചിട്ടും നമുക്കിതുപോലെ മെമ്മറി ആൽബം ഒക്കെ ചെയ്യാം. എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ എൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ഫോട്ടോസും വീഡിയോസും ഒക്കെ ആയിട്ട് എടുത്ത് വെക്കാറുണ്ട്. പക്ഷേ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ. കുറേ പേർക്ക് നല്ല നല്ല മൊമെൻറ്റ്സ് ഒക്കെ കാണും, പക്ഷെ അവരുടെ കയ്യിൽ അങ്ങനെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും കാണണമെന്നൊന്നും. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഇനി നിങ്ങളുടെ ലൈഫിൽ അങ്ങോട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് ഒക്കെ ഇതുപോലെ ക്യാപ്ചർ ചെയ്ത് വെക്കുക. അതൊക്കെ പ്രിൻ്റ് എടുത്ത് ഇതുപോലെ ചെറിയ ആൽബം ഒക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞപ്പോൾ എവറസ്റ്റ് കീഴടക്കിയ സന്തോഷമായിരുന്നു എനിക്ക്. കാര്യം ഞാൻ കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ് ഒരു മെമ്മറി ആൽബം ചെയ്യാന്നുള്ളത്. എനിക്ക് സത്യം പറയാലോ ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അല്ലേന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ടേ. അപ്പോൾ നമുക്ക് നമ്മുടെ മെമ്മറി ആൽബത്തിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കണ്ടാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ മെമ്മറി ആൽബത്തിൻ്റെ ഫൈനൽ ലുക്ക്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേന്ന് കമൻറ്റ് ചെയ്ത് പറയാൻ വേണ്ടി മറക്കണ്ട. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. സോ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കെ, ബൈ ഡാ.